തിരുവല്ലയിലെ MDMA കേസ് കെട്ടിച്ചമച്ചതെന്ന പരാതി. പ്രതി ലഹരി കടത്താനായി കുട്ടിയെ ഉപയോഗിച്ചുവെന്നത് പോലീസ് ഉണ്ടാക്കിയ കെട്ടുകഥയെന്ന് പ്രതിയുടെ ഭാര്യ. പോലീസ് വീട്ടിലെത്തി നിർബന്ധിച്ച് പരാതി എഴുതി വാങ്ങി. പരാതി എഴുതി നൽകാൻ കുടുംബത്തോട് ആവശ്യപ്പെടുന്ന CCTV ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. പത്രക്കാരനെ പറ്റിയ അബദ്ധമാണ്. അതിനെ ബാലൻസ് ചെയ്യാനും അവനൊരു പണി കൊടുക്കാനും വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. നാളെ ഇതൊരു വലിയ വാർത്തയാവും. മനസ്സിലായി? ഇന്നുണ്ടായാലും ഈ പയ്യനെ അങ്ങനെ അവൻ ഇങ്ങനെ ചെയ്തത് അവനൊരു പണി കൊടുക്കാൻ വേണ്ടിയാണ്. മനസ്സിലായി? നാളെ ഇത് നല്ല വാർത്തയാണ്. ഇയാൾ നാളെ കേരളത്തിൽ വ്യാജ പ്രചരണം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പ്രതിയുടെ ഭാര്യ CWCക്ക് പരാതി നൽകി. ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകുമെന്ന് പ്രതിയുടെ ഭാര്യ പറഞ്ഞു. അപ്പൊ ഈ കുഞ്ഞിനെ ലഹരിക്കടത്തിന് ഉപയോഗിച്ചു എന്നുള്ളത് പൂർണ്ണമായും കള്ളമാണല്ലോ, ഉറപ്പല്ലേ? ഉറപ്പായിട്ടുള്ള കാര്യം. അതിന് ഞാൻ സുപ്രീം കോർട്ട് വരെ ഞാൻ പോകും. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അങ്ങനെ ഒരു സംഭവം എന്റെ കുഞ്ഞിനെ കൊണ്ട് പോയിട്ടില്ല. എന്റെ കുഞ്ഞിനെ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്റെ ഹസ്ബൻഡ് കൊണ്ടുപോയാലും അതിന് ജസ്റ്റ് അതും ഇത്രയും നാളായിട്ട് ഈ പിണങ്ങി പിരിഞ്ഞാൽ പിന്നെ അയാൾ കണ്ടിട്ട് പോലും ഇല്ല എന്റെ കുഞ്ഞിനെ. പോലീസുകാർ വന്നിട്ട് പിന്നെ ഞാൻ ഒപ്പിട്ട് കൊടുത്തു. പക്ഷെ ഞാൻ അവരുടെ അടുത്ത് പ്രത്യേകം പറഞ്ഞതാ, എന്റെ മോന്റെ ദേഹത്ത് ഒട്ടിച്ചിട്ടില്ലെന്നും എന്റെ മോനെ കൊണ്ട് ജ്യൂസ് കുടിക്കാൻ പോയതാ, പുള്ളിക്കാരൻ പോയതാ. അത് ഞങ്ങള് തമ്മിൽ ഒരു വർഷമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഞങ്ങള് പിണങ്ങി താമസിക്കുക. ഞാൻ ഡിവോഴ്സിന് ഓൾറെഡി കൊടുത്തിട്ടുള്ളതാ. അയാള് ചെയ്ത തെറ്റിന് ഞാനും എന്റെ കുഞ്ഞും ഒരു ഇതും ഇല്ല. എന്റെ കുഞ്ഞിനെ അയാൾ കാണുവോ ഈ ഒരു വർഷക്കാലമായിട്ട് അയാളെ എന്റെ കുഞ്ഞ് കാണുവോ ഒന്നും ചെയ്തിട്ടില്ല. പെട്ടെന്ന് രാത്രി ഞങ്ങൾ വരുവാണ്, ഇന്ന ലെവലിൽ ചെയ്യണമെന്ന് പ്രത്യേക സാറ് പറയുന്നുണ്ട്. ഇത് ആക്കാനാണ്. നമുക്ക് ഇതിനെ കുറിച്ച് ഒരു കേസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇത്രയും കുഞ്ഞിന്റെ കാര്യത്തിൽ നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. കൂടുതൽ വിവരങ്ങളുമായി ശ്രീരാജ് ബാബു ചേർന്നു. ശ്രീരാജ്, അതീവ ഗൗരവതരമായ ഒരു വിഷയമാണ് ഇവർ ഉന്നയിക്കുന്ന ഈ പരാതി. 10 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയെ ഇതിന്റെ കേസിന്റെ ഭാഗമാക്കാൻ പോലീസുകാർ തന്നെ മുന്നിട്ടിറങ്ങി എന്നുള്ളതാണ് അവർ നൽകുന്ന പരാതിയിലെ ഉള്ളടക്കമെന്ന് മനസ്സിലാക്കുന്നു. ശ്രീരാജ്, എന്തിനു വേണ്ടിയിട്ടാണ് പോലീസ് ഇത്തരത്തിലുള്ള ഒരു പരാതി കെട്ടിച്ചമച്ചിരിക്കുന്നത്? മറ്റു വിവരങ്ങൾ എന്തെല്ലാമാണ്? സംഗീത, 2 ദിവസം മുൻപാണ് 10 വയസ്സുകാരനായ മകനെ മറയാക്കി MDMA കടത്തിയെന്നാരോപിച്ചുകൊണ്ട് പ്രതിയെ പോലീസ് പിടികൂടുന്നത്. ഇയാൾ തിരുവല്ല സ്വദേശിയായിരുന്നു. ഇയാളെ പോലീസ് പിടികൂടിയതിന് പിന്നാലെ പോലീസ് മാധ്യമങ്ങളോടക്കം പറഞ്ഞത് ഇയാൾ കുട്ടിയുടെ ശരീരത്തിൽ ടേപ്പ് ഉപയോഗിച്ചുകൊണ്ട് ലഹരി മരുന്നുകളും MDMAയും ഒട്ടിച്ചു വെക്കുകയും ആവശ്യമായ ആളുകൾക്ക് ഈ കുട്ടി വഴി ലഹരി വസ്തുക്കൾ എത്തിക്കുകയും ചെയ്തു എന്നായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങൾക്ക് നൽകിയത്. എന്നാൽ ഈ പ്രതികരണം ശ്രദ്ധയിൽപ്പെട്ടതോടെ കുടുംബം പോലീസ് സ്റ്റേഷനിലെത്തുകയും ഇത് തെറ്റാണ്, ഇങ്ങനെ നടന്നിട്ടില്ല, സംഭവിച്ചിട്ടില്ല, വ്യാജമാണ് ഈ വാർത്ത എന്ന് പറയുകയും ചെയ്തു. തുടർന്ന് മണിക്കൂറുകൾക്കകം തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ തിരികെ ഈ യുവതിയുടെ വീട്ടിലെത്തുകയും ഇത്തരത്തിൽ പോലീസിന് അനുകൂലമായിട്ടുള്ള മൊഴി ഈ യുവതിയുടെ ഭാഗത്തു നിന്നും വാങ്ങിയെടുക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. ആ ശ്രമങ്ങളാണ് നമുക്ക് CCTV ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. അതിലെ ആ ശബ്ദരേഖ പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും ഈ സ്ത്രീയെ, അതായത് ഈ പ്രതിയുടെ ഭാര്യയെ ഇവർ നിർബന്ധിക്കുകയാണ്, പോലീസ് ഉദ്യോഗസ്ഥർ നിർബന്ധിക്കുകയാണ്. പോലീസ് നൽകിയ വിശദീകരണത്തിന് അനുസൃതമായ അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള മൊഴി എടുക്കുക എന്നതിന് വേണ്ടിയിട്ട് ഈ പോലീസ് ഇവരെ നിർബന്ധിക്കുകയായിരുന്നു. ആ സ്ത്രീ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഇവർ CWCക്ക് നൽകിയ മൊഴിയിലും പറയുന്നുണ്ട്, ഇവരോട് ആ പ്രതി ഈ മൊഴി എഴുതിയെടുത്ത ശേഷം അത് വായിക്കാൻ പോലും ഇവരെ അനുവദിച്ചില്ല. തുടക്ക ഭാഗം മാത്രം വായിച്ചതിന് ശേഷം പോലീസുകാർ നിർബന്ധപൂർവ്വം അവർക്ക് പോകാൻ ധൃതിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ശരി ശ്രീരാജ്, തിരുവല്ലയിലെ MDMA കേസാണ് കെട്ടിച്ചമച്ചതെന്നുള്ള പരാതി ഉയരുന്നത്. പ്രതിയുടെ ഭാര്യ തന്നെയാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ശ്രീരാജ് ബാബുവാണ് ഇത് സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.